കേരളത്തിലെ വോട്ടർമാർ എങ്ങനെ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണം എന്ന് സംബന്ധിച്ച് സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന് ചില അഭിപ്രായങ്ങളുണ്ട്. പ്രബുദ്ധ കേരളത്തിന്റെ ജനാധിപത്യ ഭാവനകളെ റദ്ദ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യവും തിരിച്ചു വരാതിരിക്കുവാൻ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ പൗരന്മാരും ജാഗരൂകരാകണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്. സമൂഹത്തെ, അതിന്റെ സമാധാന ജീവിതത്തെ, അതിന്റെ ജനാധിപത്യ പ്രക്രിയയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിജയന്റെ സർക്കാർ, ആ സർക്കാരിനെ ഒരു ജനാധിപത്യ സർക്കാരായി കേരള സമൂഹത്തിന് കാണാൻ സാധിക്കുമോ? ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിയോജിക്കാനുള്ള, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമാണ്. ആസന്നമായിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോട്ടയം മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ UDFന് വോട്ട് ചെയ്യണം എന്ന മുദ്രാവാക്യമാണ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് എന്നത് രാഷ്ട്രീയത്തിന് പുറത്ത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്ത് ജനാധിപത്യ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന, ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന പൗരന്മാരെയും സിവിലിയന്മാരെയും പ്രതിനിധാനം ചെയ്യുന്ന, അവരുടെ അവകാശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം ഗ്രൂപ്പാണ്. സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവിധ ഫാസിസ്റ്റുകളെയും തോൽപ്പിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ജനാധിപത്യ സംരക്ഷണ സന്ദേശ ജാഥയാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഇപ്പൊ നരേന്ദ്രമോദി. 2014 അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അധികാരത്തിൽ കിട്ടിയാൽ ഇന്ത്യയിലെ കള്ളപ്പണക്കാര് വിദേശത്തെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള തുക മുഴുവൻ വീഴ്ചയൊന്നുമില്ല. ഇന്ത്യ പല പ്രതിസന്ധികളെയും ഇതിനോടകം നേരിട്ടിട്ടുണ്ട്. അത് യുദ്ധത്തിൻ്റെ രൂപത്തിൽ, അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിലൊക്കെ പലതരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെതാണ്. ഫാസിസം ആരംഭിക്കുന്നത് മുസോളിനിയും ഹിറ്റ്ലറുമാണ്. ഫാസിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കുകയും രാജ്യത്തിന്റെ അധികാരം ഏതാനും ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കുകയും അവർ പറയുന്നതനുസരിച്ച് ഭരണം നടത്തുകയും മറ്റ് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ രണ്ടാം കിട പൗരന്മാരായി അടിച്ചമർത്തി ഭരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാസിസത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അത് ഈ ഫാസിസം ഇവിടെ ആരംഭിക്കുന്നത് നമുക്ക് ഇന്ന് കാണുന്ന സംഘപരിവാർ ശക്തികൾ ഏതായാലും സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. RSS ആരംഭിക്കുന്ന 1925 എന്ന് നമുക്കറിയാം. RSS ആരംഭിക്കുന്ന 1925 മുമ്പ് ഏതാണ്ട് 1923 കാലഘട്ടത്തിൽ ഈ സവർക്കറുടെ ജ്യേഷ്ഠനായ ദാമോദർ സവർക്കർ, അതുപോലെ തന്നെ പ്രൊഫസർ മൂഞ്ചെ തുടങ്ങിയ ആളുകൾ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രവുമായി മുമ്പോട്ട് വന്നിരുന്നു. പല പ്രസ്ഥാനങ്ങളും രൂപീകരിച്ചിരുന്നു. ഇതിന്റെ എല്ലാം കൂടി കൂടിച്ചേർന്നാണ് പിന്നീട് RSSന്റെ രൂപീകരണം 1925 നടക്കുന്നത്. 1931 ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന മൂഞ്ചെ മുസോളിനിയെ നേരിട്ട് കാണുകയും മുസോളിനിയുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും മുസോളിനിയുടെ ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. എങ്ങനെ ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് സംഘടന കെട്ടിപ്പടുക്കാമെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇറ്റലിയിൽ പോയി മുസോളിനിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അത്തരത്തിലൊരു ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടെ
കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ച കഴിഞ്ഞ 100 വർഷങ്ങളായി അവർ അതിൽ ഭാഗികം ഏതാണ്ട് 90% വിജയിച്ച ഒരു സാഹചര്യത്തിലാണ് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലേറി അവർ അധികാരത്തിലേറി എന്ന് മാത്രമല്ല, അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ 10-15 വർഷങ്ങൾ കൊണ്ട് പടിപടിയായി നമ്മുടെ സംവിധാനങ്ങളെ, നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ, എന്തിനു കോടതിയെ പോലും അവരുടെ വരുതിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളും മറ്റു ദളിത് ആദിവാസികളും ഭീതിതമായി ജീവിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഹിന്ദു രാഷ്ട്രമായാൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കണക്ക് മാത്രം ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഈ ഹിന്ദു രാഷ്ട്രമാക്കുക RSSന് വേണ്ടി. എന്നിരുന്നാൽ ഏത് തരത്തിലുള്ള നേട്ടങ്ങളാണ് അവർ കൊണ്ടുവരിക എന്ന് കഴിഞ്ഞ 9 വർഷത്തെ പഠനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഉത്തരാഖണ്ഡിൽ ഒരു ടണൽ തകർന്നത് ഓർക്കുന്നുണ്ടാവും. 41 തൊഴിലാളികളാണ് ആ ടണലിൽ കുടുങ്ങി മരണത്തോട് മല്ലടിച്ചത്. നവയുഗ എന്ന് പറയുന്ന മുൻപരിചയമില്ലാത്ത ഒരു കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്ത് ആ കോൺട്രാക്ട് കൊടുക്കാനുള്ള കാരണം 550 മില്യൺ രൂപയാണ്. 550 മില്യൺ രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി സംഘപരിവാറിന്റെ BJP ഭരണകൂടം ഈ നവയുഗ എന്ന് പറയുന്ന യാതൊരു അനുഭവ പരിചയവുമില്ലാത്ത ടണലിടിഞ്ഞ കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. ഇനി രണ്ടാമത്, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള വളരെ പ്രശസ്തമാണ് എന്ന് ഇവർ പറയുന്ന രഞ്ജിത്ത് ബിൽകോൺ കമ്പനി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു ഫ്ലൈ ഓവർ മൊത്തം തകർന്ന് പൊടിഞ്ഞു വീണത്. ഈ ഫ്ലൈ ഓവർ തകർന്ന് പൊടിഞ്ഞു വീഴാനുള്ള കാരണം അതിൽ സിമന്റ് മണ്ണിന്റെയും മെറ്റലിന്റെയും റേഷ്യോ സിമന്റ് ഉണ്ടായിരുന്നില്ല. അത്രയും മോശമായ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് തകർന്നത്. ആ തകർന്ന കമ്പനിക്കെതിരെ നടപടിയെടുക്കാത്ത രഞ്ജിത്ത് ബിൽകോൺ കമ്പനി കൊടുത്തത് 9 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട്. ഇനി മേഘ അസോസിയേറ്റ്സ്, മേഘ കോൺട്രാക്ടിംഗ് കമ്പനി, C&AG കുറ്റകരമായ തട്ടിപ്പ് നടത്തിയ കമ്പനി എന്ന് പ്രഖ്യാപിച്ച C&AG പ്രഖ്യാപിച്ച കമ്പനിയാണ് മേഘ കൺസ്ട്രക്ഷൻസ്. മേഘ കൺസ്ട്രക്ഷൻസ് കൊടുത്തതും ഏകദേശം 9 കോടി രൂപയാണ്. ഇതിന്റെ കണക്കുകൾ പൂർണ്ണമായി ഇവിടെ പറയുന്നില്ല. ഈ രീതിയിൽ രാജ്യത്തെ തകർത്ത് കോൺട്രാക്ട് കൊടുത്ത കമ്പനികളിൽ നിന്നാണ് C&AG പോലെയുള്ള കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള അഴിമതി കമ്പനി എന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള കമ്പനികൾ, പ്രതിശീർഷ വരുമാനം 0 കമ്പനികൾ ലക്ഷം കോടികൾ കൊടുക്കുന്നു. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതിയിലാണ് ഹിന്ദു രാഷ്ട്രം നിലനിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കണക്ക്, സമ്പദ്ഘടനയുടെ കണക്ക് പറയാം. ഹിന്ദു രാഷ്ട്രമാകാൻ മോഹിക്കുന്ന ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം വർഗത്തെ ഭയാനകമായി പീഡിപ്പിച്ച് സ്വന്തം വർഗത്തിന്റെ ആദ്യത്തെ ഡോക്ടർ പൽപ്പുവിനെ ഇവിടെ ജോലി കൊടുക്കാതെ ആട്ടിയോടിച്ച വർഗത്തിന്റെ അങ്ങനെ വർഗവഞ്ചന ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളൊരു ടേബിളിന് പുറകെ വരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നടേശന്റെ മകൻ തുഷാറിനെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. 1947 മുതൽ 2014 വരെ 67 വർഷം നീണ്ട ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയിൽ വിവിധ ഭരണങ്ങൾ വന്നപ്പോൾ 67 വർഷം 2047 മുതൽ 2014 വരെ 50 ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയുടെ പൊതുകടം. നിങ്ങൾ മനസ്സിലാക്കുക. 2014 വരെ സ്വാതന്ത്ര്യത്തിന് ശേഷം 2014 വരെ 67 വർഷം 50 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ വെറും 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി അത് 150 ലക്ഷം കോടിയാക്കി. നിങ്ങൾ ഓർക്കണം, 67 വർഷം കൊണ്ടാണ് ഒരു രാജ്യം 50 ലക്ഷം കടം വന്നത്. അത് 100 ലക്ഷം, 80 മുതൽ 100 ലക്ഷം വരെ കോടി വെറും 9 വർഷം കൊണ്ട് വരുത്തി തീർത്ത അഭിനയമായ മാജിക് കാണിക്കുന്ന കണ്ടനാളക്കസർത്തും കളവും മാത്രം പറയുന്ന പ്രധാനമന്ത്രിയുടെ
ഈ പിന്താങ്ങിയായി വരുന്ന രാജ്യദ്രോഹികളായ ഒരു വിഭാഗത്തിന്റെ പിന്താങ്ങികളായി വരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ട് 9 വർഷം കൊണ്ട് 80 ലക്ഷം കോടി? എന്നാൽ ഈ പണമെടുത്ത് ജനങ്ങൾക്ക് എത്തിച്ചോ എന്ന ചോദ്യത്തിന് അതിനും നിങ്ങൾ ഉത്തരം പറയാമോ? നിങ്ങൾക്ക് 1,10,000 സ്കൂളുകളിൽ ഒരു അധ്യാപകൻ മാത്രമുള്ള ആളുള്ളത്. ശരിയോ തെറ്റോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. യുനെസ്കോയുടെ റിപ്പോർട്ടാണ് പറയുന്നത്. 1,10,000 സ്കൂളുകളിൽ 1,10,000 സ്കൂളുകളിൽ ഒറ്റ അധ്യാപകർ മാത്രം, ഏകാധ്യാപക വിദ്യാലയം. 11 ലക്ഷം അധ്യാപകരുടെ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 150 ലക്ഷം കടം വരുത്തിയ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സംഘപരിവാർ ഭരണകൂടം സ്വന്തം വർഗത്തെ, ഹിന്ദു വർഗത്തെ വഞ്ചിച്ച കഥയാണ് ഞാൻ ഈ പറയുന്നത്. 11 ലക്ഷം അധ്യാപക തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നു. സ്വന്തം വർഗത്തിന് തൊഴിൽ കൊടുക്കാത്ത 2,55,750 ഒഴിവുകൾ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നു. 72,000-ഓളം ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 2 തൊഴിലുകൾ ഒഴിഞ്ഞു കിടക്കുക മാത്രമല്ല 81,000-ഓളം റെയിൽവേ ഉദ്യോഗ സാധ്യതകൾ എഴുതി തള്ളിക്കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഞെട്ടുന്ന റിപ്പോർട്ടുകൾ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി വിജയൻ സർക്കാർ ഒരു സോഷ്യൽ ഫാസിസ്റ്റ് ശൈലിയിലുള്ള പ്രവർത്തനങ്ങളുടെ കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തെയും കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തെയും അഴിമതിഗ്രസ്തമായ രാഷ്ട്രീയത്തെയുമെല്ലാം സ്വജനപക്ഷപാതവും കുടുംബവാഴ്ചയും അഴിമതിയും നമ്മുടെ സർവകലാശാലകളും അടക്കമുള്ള എല്ലാ മേഖലകളിലും വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂട നയം ഉണ്ടാക്കി. നമുക്കറിയാം, ഈ ഭരണത്തിന് കീഴിൽ എത്ര കുട്ടികൾ കൊലയപ്പെട്ടു. വാളയാർ പെൺകുട്ടികൾ, അട്ടപ്പാടി മധു, വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടി, കഴിഞ്ഞിടയ്ക്ക് കൊല്ലപ്പെട്ട SFIയുടെ തേർവാഴ്ചയിലൂടെ കൊല്ലപ്പെട്ട വൈറ്റുമുറിക്കോടിലെ സിദ്ധാർത്ഥനടക്കമുള്ള എത്രയോ ആൾക്കാർ ഇവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയം പറയുന്ന പിണറായി സർക്കാർ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ പീഡനം അനുഭവിക്കുന്നവരുടെയും പ്രശ്നങ്ങളെ ഒരുപോലെ ഒരേ നിയമ സംവിധാനത്തിലൂടെ നോക്കിക്കാണേണ്ട സർക്കാർ എന്തുകൊണ്ട് വിവേചനപരമായി സ്വജനപക്ഷപാതപരമായി കാര്യങ്ങളെ കാണിക്കുന്നു? അത്തരത്തിൽ ഏകാധിപത്യത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയ സമീപനമാണ് കേന്ദ്രത്തിൽ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും കേരളത്തിൽ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനുമൊക്കെ വളരെ ഗൗരവകരമായ പങ്കുവഹിക്കുകയും ഈ രാഷ്ട്രത്തെ ഇക്കാലഘട്ടത്തിലധികം ഇത്രയധികം നിലനിർത്താൻ ഗുണപരമായി നിലനിർത്തുന്നതിന് വലിയൊരു പങ്കുവഹിച്ച ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യങ്ങളുടെ എല്ലാം കൂട്ടായ്മയിലൂടെ ഇന്ത്യയെ വികസിച്ചു വരുന്ന ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വികസിച്ചു വരുന്ന ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കാനും ഇന്ത്യ സഖ്യത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിലേക്ക് നമ്മുടെ സിവിൽ സൊസൈറ്റിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ നിലവിലുള്ള ഏത് ഭരണകൂട സംവിധാനവും ഞങ്ങളാരും കോൺഗ്രസ്സുകാരോ ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റുകാരോ ഞങ്ങളാരും BJP-ക്കാരോ അടങ്ങുന്ന മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ വ്യക്താക്കളൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനവും ഇന്ത്യയിൽ മതനിരപേക്ഷ സംവിധാനവും ഇന്ത്യൻ ജനാധിപത്യം എന്നും ഒരുപോലെ തന്നെ ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായി തന്നെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളും പൗരബോധമുള്ള വ്യക്തികൾ എന്ന നിലയിലാണ് ഞങ്ങളുടെ മുന്നേറ്റത്തെ കൊണ്ടുവരുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ അഴിമതിഗ്രസ്തമായ സ്വജനപക്ഷപാതപരമായ ജനവിരുദ്ധമായ നയങ്ങൾ സ്വീകരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെയും കേന്ദ്രത്തില് നമ്മുടെ മതരാഷ്ട്രമാക്കി ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തെ ഇന്ത്യ എന്ന സങ്കല്പത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെയും സംഘപരിവാര രാഷ്ട്രീയത്തിന്റെയും അജണ്ടകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ ഉത്തരവാദിത്വവും പുരോഗമനപരവുമായ രാഷ്ട്രീയ നിലപാടോടുകൂടി ജനാധിപത്യത്തിനും ജനപക്ഷ രാഷ്ട്രീയ നയങ്ങൾക്കും വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പാർശ്വവൽക്കൃതരുടെയും കേരളത്തിന്റെ സാമൂഹ്യ മതനിരപേക്ഷതയുള്ള ബോധത്തിന്റെയും
സാംസ്കാരികവാഹകരും ചിന്താഗതികരുമായിട്ടുള്ള പൗരസമൂഹത്തിന്റെ നിർമ്മിതിയിലൂടെ വികസിച്ചു വരുന്ന സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിലവിലുള്ള മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്നും ഇന്ത്യയിൽ ഒരു ഭരണഘടനാധിഷ്ഠിതമായ ഭരണം തുടരണമെന്നും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള സാഹചര്യത്തിലേക്ക് ജനങ്ങൾ BJPക്ക് വോട്ട് നൽകരുത് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം പറയുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിൽ BJPയെ എതിരിട്ടുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയുള്ള ഇന്ത്യ സഖ്യത്തെയും അതിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെയും കരങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കേരളത്തിന്റെ പൗരബോധമുള്ള ജനവിഭാഗങ്ങൾ മാറിത്തീർന്നുകൊണ്ട് അത്തരത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ നിറവേറ്റിയെങ്കിൽ മാത്രമേ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയിൽ നാളെ വീണ്ടും ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നത്. അല്ലാതെ നിലവിലുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളോടോ അതിന്റെ ഭാഗത്തു നിന്നോ അല്ല ഞങ്ങൾ ഈ രാഷ്ട്രീയം പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെതാണ്.